ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ടേബിൾ മാറ്റാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആക്രിലിക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. 2.5 mm ഹൂക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഹൂക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഹൂക്കിൽ ഒരു കെട്ടിടുക, ശേഷം 5 ചെയിൻ സ്റ്റിച്ചാണ്. 5 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. അപ്പം നമ്മൾക്കവിടെ ഒരു സർക്കിൾ വരും. ഇപ്പോൾ അതിനുള്ളിലാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് റൗണ്ട്. അപ്പോൾ നമ്മൾ 4 ചെയിനുകളാണ് ഇടുന്നത്. 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം 2 പ്രാവശ്യം ഹൂക്കിൽ നൂല് ചുറ്റുക, ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന 2 ലൂപ്പിൽ കൂടി, ഇനി നെക്സ്റ്റ് 2 ലൂപ്പിൽ കൂടി, നെക്സ്റ്റ് 2 ലൂപ്പിൽ കൂടി. അപ്പോൾ 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് 1 ട്രിപ്പിൾ ക്രോഷ്യ ഉണ്ടാകുന്നത്. വീണ്ടും നമ്മൾ 2 തവണ ഹൂക്കിൽ നൂല് ചുറ്റി ആദ്യം കാണുന്ന ആ 2 റിങ്ങിൽ കൂടി, ഇനി നെക്സ്റ്റ് 2 റിങ്ങിൽ കൂടി, നെക്സ്റ്റ് 2 റിങ്ങിൽ കൂടി, ഇങ്ങനെയാണ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡബിൾ ക്രോഷ്യയിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുവാണ് ഫസ്റ്റ് റൗണ്ട്. അപ്പോൾ കൗണ്ട് ചെയ്യണം, 32 ഡബിൾ ക്രോഷ്യയാണ് വേണ്ടുന്നത്. അത് കൗണ്ട് ചെയ്യണം 32 ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ അത് ജോയിൻറ്റ് ചെയ്തു, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് 3rd സ്റ്റിച്ചിലാണ് ജോയിൻറ്റ് ചെയ്തത്. നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ. ഇനി നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്യണം. 2 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്തിട്ട് ആ ഗ്യാപ്പിലാണ് അത് ജോയിൻറ്റ് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യ ചെയ്താണ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു, 2 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്തിട്ട് ആ ഗ്യാപ്പിലാണ് 2 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട്. ഇപ്പോൾ 12 അടുത്താണ് ഈ ചെയിനുകൾ വേണ്ടത്. നമ്മൾക്ക് 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ 12 വേണ്ടത് നമ്മൾക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് സ്കിപ്പ് ചെയ്ത് 3 ചെയിൻ ഇട്ട് ജോയിൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ അവിടെ കൊണ്ടുപോയി ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 3 ചെയിൻ ചെയ്തിട്ട് നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ 12 ഇടത്താണ് ഈ ജോയിൻറ്റ് വരുന്നത്. 12 ജോയിൻ്റാണ് ഈ ചെയിനിൻ്റെ വരുന്നത്. ഇപ്പോൾ 4 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് 1 ചെയിനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1 ചെയിൻ ഇട്ടതിന് ശേഷം വീണ്ടും 4 ഡബിൾ ക്രോഷ്യ, 1 2 3 4. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ, അങ്ങനെയാണ് എല്ലാ ചെയിനുകളിലും ഇതുപോലെ 4 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ, 4 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ, അങ്ങനെയാണ് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഒരു ചെയിനിൽ കൂടി നമ്മൾക്ക് ആ 3 ചെയിനിൻ്റെ ഒരു ഗ്യാപ്പിൽ കൂടി ചെയ്യണം. അപ്പോൾ 1 ചെയിൻ ഇട്ടതിന് ശേഷം 1 2 ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യ 4. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് വീണ്ടും 1 ചെയിൻ, ഒരു ചെയിൻ ഇട്ടിട്ട് എക്സ്ട്രാ ഇട്ടതിന് ശേഷം ആ 3rd സ്റ്റിച്ചിലാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. വീണ്ടും നമുക്ക് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ, സ്റ്റിച്ചിൻ്റെ ഉള്ളിലാണ് നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 ഡബിൾ ക്രോഷ്യ, നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ആയി കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ചെയ്ത 4 ഡബിൾ ക്രോഷ്യയുടെ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ 4 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ശേഷം വീണ്ടും 2 ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. 4 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ. ഇനി നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ചെയിൻ 1, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷ്യ, ഇനി നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷ്യ.
2 ചെയിൻ. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 4 ഡബിൾ ക്രോഷ്യ 2 ചെയിൻസ്, അങ്ങനെയാണ് തേർഡ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ തന്നെ ചെയ്തു വരിക. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു 32. സെക്കൻഡ് റൗണ്ട് നമ്മൾ 3 ചെയിന് ഇട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻ ചെയ്തു. പിന്നെ തേർഡ് റൗണ്ട് നമ്മൾ 4 ഡബിൾ ക്രോഷ്യ 1 ചെയിന് 4. പിന്നീട് നമ്മൾ നെക്സ്റ്റ് റൗണ്ട് 4 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ, അങ്ങനെയാണ്. ഇനി നമ്മൾ വേറെ ഒരു കളറ് ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ 2 കളറിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് 2 കളറിൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ 4th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആ 2 ചെയിനുകൾ വീതം ചെയ്ത് ആ 2 ചെയിനിൻ്റെ ഗ്യാപ്പുണ്ട്, അവിടെയാണ് നമ്മൾക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ 4th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 3 ചെയിനുകൾ ഇട്ടിട്ട് നമുക്ക് അവിടെ തന്നെയാണ് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ടോട്ടൽ 4 വരും. വൺ ആയി കഴിഞ്ഞ് 2 3 4. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 3 ചെയിൻ സ്റ്റിച്ചാണ് ഇടേണ്ടുന്നത്. 3 ചെയിനുകൾ ഇടുക. 3 ചെയിൻ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ആ 2 ചെയിനിൻ്റെ ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 4th റൗണ്ട് 4 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ, അങ്ങനെയാണ്. 4 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ 4 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ, അങ്ങനെ എല്ലാ ഗ്യാപ്പിലും നമുക്ക് 12 ഗ്യാപ്പ് കാണും. 12 ഗ്യാപ്പിൽ നമ്മൾ ഇതേപോലെ തന്നെ 4 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ 4 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ, അങ്ങനെ ചെയ്തത് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി 3 ചെയിൻ ഇട്ടതിന് ശേഷം 3 ചെയിൻ ഇട്ടതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. ഇനി നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ 2 ഡബിൾ ക്രോഷ്യയുടെ ഗ്യാപ്പിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നൂലിനെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അവിടെ കൊണ്ടുവരണം. എന്നിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം സെയിം ഗ്യാപ്പിൽ തന്നെ. 2 3 4. ഇനി 6 ഡബിൾ ക്രോഷ്യയാണ് നമുക്കിവിടെ ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ 5th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 5th റൗണ്ട് നമുക്ക് 6 ഡബിൾ ക്രോഷ്യയാണ്. 3 ചെയിൻ 6 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ 6 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ, അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ആ 4 ഡബിൾ ക്രോഷ്യയുടെ ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്തിട്ട് ഉള്ള ഗ്യാപ്പിലാണ് ആ മിഡിൽ പോർഷനിൽ. അപ്പോൾ നമ്മളവിടെ 6 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 4th റൗണ്ട് 4 ഡബിൾ ക്രോഷ്യ ആയിരുന്നു. 5th റൗണ്ട് 6, 6th റൗണ്ട് 8 വരും. 7th റൗണ്ട് 10, 12, അങ്ങനെ ഇൻക്രീസായി വരും. അപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക, അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കുക. 5th റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആവുകയാണ്. 3 ചെയിൻ ഇട്ടതിന് ശേഷം നമുക്കത് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ 5th റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നൂലിനെ ആ മിഡിൽ പോർഷനിൽ കൊണ്ടുവരണം. അപ്പം 3 ഡബിൾ ക്രോഷ്യ അവിടെ ആ ഗ്യാപ്പിൽ കൊണ്ടുവരണം. 3 ഡബിൾ ക്രോഷ്യ ആ വിടവിലാണ് വരേണ്ടത്, ആ മിഡിൽ പോർഷനിൽ. 1 2 3 ഡബിൾ ക്രോഷ്യയുടെ. ഇനി അവിടെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി 6th റൗണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
6ാമത്തെ റൗണ്ടാണ്. ഇവിടെ നമ്മൾക്ക് 8 ആണ് വരേണ്ടത്. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 1 ചെയിൻ എക്സ്ട്രാ കൊടുക്കണം. കാരണം നെക്സ്റ്റ് റൗണ്ട് നമുക്ക് 10 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് 1 ചെയിൻ എക്സ്ട്രാ കൊടുത്തിട്ട് സെയിം സ്റ്റിച്ച് തന്നെ ടോട്ടൽ 8 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ ടോട്ടൽ 8 ഡബിൾ ക്രോഷ്യ ആണ്. 4 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 1 ചെയിൻ എക്സ്ട്രാ കൊടുക്കണം. 1 2 3 4 1 ചെയിൻ എക്സ്ട്രാ 1 2 3 4 വീണ്ടും 4 ഡബിൾ ക്രോഷ്യ 4 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ 4 ഡബിൾ ക്രോഷ്യ. അങ്ങനെയാണ് ആ ഭാഗത്ത് ചെയ്യേണ്ടത്. വീണ്ടും 3 ചെയിൻ. വീണ്ടും നമുക്ക് ആ മിഡിൽ ആ 1 ചെയിൻ എക്സ്ട്രാ കൊടുത്തെടുത്ത് എന്നിട്ട് വീണ്ടും നമുക്ക് അവിടെ ടോട്ടൽ 8 ഡബിൾ ക്രോഷ്യയാണ്. കഴിഞ്ഞ റൗണ്ട് 6 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. 4 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 1 ചെയിൻ എക്സ്ട്രാ വീണ്ടും സെയിം ഗ്യാപ്പിൽ തന്നെ 4 ഡബിൾ ക്രോഷ്യ 4 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ടോട്ടൽ 8 ഡബിൾ ക്രോഷ്യയാണ്. 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്യുക. 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഇനി നമ്മൾക്ക് ജോയിൻറ്റ് ചെയ്യണം. ഇനി നമ്മൾക്ക് നൂലിനെ നമ്മൾ 1 ചെയിൻ എക്സ്ട്രാ കൊടുത്ത് അവിടെ നൂലിനെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താണ് ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഗ്യാപ്പിൽ കൊണ്ടുവരണം, ആ മിഡിൽ പോർഷനിൽ. ഇനി നമുക്ക് 10 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 3 ചെയിനും കൂടെ 1 ഡബിൾ ക്രോഷ്യ ആഡ് ചെയ്യുന്നുണ്ട്. 3 ഡബിൾ ക്രോഷ്യ 4 ഡബിൾ ക്രോഷ്യ 5 ഡബിൾ ക്രോഷ്യ. ഇനി ഇവിടെ നമുക്ക് എക്സ്ട്രാ ചെയിൻ കൊടുക്കാതെ ചെയ്യാം, കാരണം ഞാനിത് കംപ്ലീറ്റ് ചെയ്യുവാണ്. അതുകൊണ്ട് എക്സ്ട്രാ ചെയിൻ കൊടുക്കാതെ തന്നെ 10 ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്, ആ സെയിം ഗ്യാപ്പിൽ തന്നെ. ടോട്ടൽ 10 ഡബിൾ ക്രോഷ്യയാണ് ഈ സെയിം ഗ്യാപ്പിൽ വരുന്നത്. ഇപ്പം നിങ്ങൾക്കിതിനേക്കാൾ വലുത് ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ 5 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് 1 ചെയിൻ നെക്സ്റ്റ് 2 ചെയിൻ അങ്ങനെ കൊടുത്ത് വലുതായിട്ട് ചെയ്തു പോകാം. നെക്സ്റ്റ് ഗ്യാപ്പിൽ 10 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അവിടെയാണ് നമ്മൾക്ക് എക്സ്ട്രാ ഒരു ചെയിൻ കൊടുത്തിട്ട് അവിടെ 10 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ 7th റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആവുകയാണ്. ഇപ്പം നമ്മൾ ആ പിങ്ക് കളറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 4 ഡബിൾ ക്രോഷ്യ ആയിരുന്നു. നെക്സ്റ്റ് 6 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് 8 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് 10 ഡബിൾ ക്രോഷ്യ. ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ 12 ആവും, പിന്നെ 14 15 അങ്ങനെ 14 16 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി ഒരു റൗണ്ടും കൂടി നമുക്ക് എല്ലായിടത്തും ഓരോ ഡബിൾ ക്രോഷ്യ കൊടുത്ത് ഡാർക്ക് കളറിലും കൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് കളർ തന്നെ എടുത്ത്, ഇപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ഗ്യാപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നൂല് ജോയിൻ ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നെക്സ്റ്റ് ഗ്യാപ്പിൽ 1 ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ 2 ആയി. നെക്സ്റ്റ് ഗ്യാപ്പിൽ 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഗ്യാപ്പിൽ 1 ഡബിൾ ക്രോഷ്യ. അപ്പോൾ അവിടെ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നിടത്ത് 2 ഡബിൾ ക്രോഷ്യയാണ്. സെയിം സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 5ാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നിടത്ത് 2 ഡബിൾ ക്രോഷ്യ അവിടെ മാത്രം, പിന്നെ 1 1 ചെയ്തു പോയാൽ മതി.
അപ്പോൾ 5th ഡബിൾ ക്രോഷ്യയുടെ അവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം, സെയിം സ്റ്റിച്ച്. ഒക്കെ എല്ലാം 1 1 ചെയ്തിട്ട് പോകണം. അപ്പം 1 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ പിന്നെ 2 ഡബിൾ ക്രോഷ്യ, വീണ്ടും 1 ഡബിൾ ക്രോഷ്യ, അങ്ങനെയാണ്. പിന്നെ നമ്മൾ 1 ചെയിൻ ഇട്ടതിന് ശേഷം സിംഗിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻറ്റ് ചെയ്യുക. വീണ്ടും 1 ചെയിൻ ഇട്ടതിന് ശേഷം എല്ലാ ഗ്യാപ്പിലും 1 1, എല്ലാ ഗ്യാപ്പിലും അല്ല, 5th മാത്രം 2 ഡബിൾ ക്രോഷ്യ 5th സ്റ്റിച്ചിൽ. ഡബിൾ ക്രോഷ്യയുടെ 5ാമത്തെ ചെയ്യുമ്പോൾ അവിടെ മാത്രം 2 ഡബിൾ ക്രോഷ്യ, ആ 5th ഗ്യാപ്പിൽ മാത്രം 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ 1 ചെയിനിട്ട് ജോയിൻറ്റ് ചെയ്തു, വീണ്ടും 1 ചെയിൻ കൊടുത്തിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുവാണ്. പക്ഷേ നൂല് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ നീഡിൽ നൂല് കോർത്ത് ബാക്കിലോട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.